വാരതി എല്ലാം വാങ്ങിച്ചില്ലേ? സാറേ നോക്കിയേ, സാറിന്റെ മകനും ആ പെണ്ണും. എടാ വാസു, വേഗം കാറ് വിടറാ, അതാ അവര് പോകുന്നു. എടാ വണ്ടി ഒന്ന് വേഗം സ്റ്റാർട്ടാക്കടാ. സാറേ സെൽഫ് എടുക്കുന്നില്ല. നിന്റെ ഒടുക്കത്തെ സെൽഫ്. എന്റെ സെൽഫ് അല്ല, വണ്ടിയുടെ സെൽഫ്. അവളുടെ പുറകുവശം മാത്രമല്ലേ കാണാൻ സാധിച്ചുള്ളൂ. പോട്ട് സാറേ, എന്നെങ്കിലും അവള് നമ്മുടെ മുമ്പിൽ ഒന്ന് ചാടും, അപ്പൊ മുൻവശവും കാണാം. ഇനി എന്ത് ചെയ്യടാ? തള്ളണം. നിന്നെയൊക്കെ ഡ്രൈവറാക്കി വെച്ച എന്നെ വേണം തല്ലാൻ. തല്ലണ്ട, തള്ളു തള്ളു. കാറിനകത്തിരുന്ന് ഗാനമല്ലേ? തള്ളു തള്ളു. എങ്ങനെയുണ്ട്? തിരിഞ്ഞു നിന്ന അസല് പെണ്ണാണെന്ന് തന്നെ തോന്നും. രതിക്ക് ഒരു മീശയും കൂടെ വെച്ച ആണ് തന്നെ. വേഗം ഇതെല്ലാം ഉരുത്താ, അല്ലെങ്കിൽ അച്ഛൻ കയറി വരും. അച്ഛൻ മന്ത്രിയെ കാണാൻ പോയിരിക്കാ, ഇനി രാത്രി തിരിച്ചെത്തുള്ളൂ. ആരാ? അച്ഛനായിരിക്കും. രതി ബാത്റൂമിലേക്ക് പോയിക്കോ, ഒന്ന് വേഗം പോ. ഇതെന്ത് വേഷമാടാ? നാളെ കോളേജിൽ ഫാൻസി ഡ്രസ് മത്സരമുണ്ട്, അതിന്റെ റിഹേഴ്സലാ. ആരാടാ ബാത്റൂമിൽ കുളിക്കുന്നത്? ആരുമില്ല. പിന്നെ വെള്ളം വീഴുന്നോ? അതെ, പൈപ്പ് മുറ ഞാൻ മറന്നു പോയതായിരിക്കും. ചെന്ന് മൂടടാ. രാജു, എടാ രാജു, ഞങ്ങൾ കുളിക്കുക. ഞങ്ങളോ? ഞാൻ കുളിക്കുക. ആ വേഗം കുളിച്ചിട്ട് വാ, നമുക്കൊരു സ്ഥലം വരെ പോകണം. കത്ത് കിട്ടി കാണുമല്ലോ? കിട്ടി. പേടിക്കണ്ട, ഞാനിവിടെ വരുന്നതും പോകുന്നതും ഒരൊറ്റ കുഞ്ഞു പോലും അറിയില്ല. ഞാനിപ്പോ മറ്റൊരാളുടെ ഭാര്യയല്ലേ സുധി. മനസമാധാനത്തോടെ ഞാനിവിടെ ജീവിച്ചോട്ടെ. മനസമാധാനത്തോടെ നിനക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. സദാനന്ദൻ മുതലാളി പല കാഴ്ച വസ്തുക്കളും ഇവിടെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അവയിൽ ഒന്നായിട്ടല്ലേ നിന്നെ മേൽ കാണുന്നുള്ളൂ. ഞാൻ അങ്ങനെയല്ല. പണവും തന്റെ ഉള്ള സുധീറിന് എന്നേക്കാൾ സൗന്ദര്യമുള്ളവരെ കിട്ടില്ലേ? എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷേ അവർക്കൊന്നും നിന്റെ രൂപം ഉണ്ടായിരിക്കില്ലല്ലോ. ഒരു ഭാര്യയുടെ കടമ എന്താണെന്ന് സുധീറിന് അറിയാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. വെറുതെ തർക്കിച്ച് സമയം കളയുന്ന എന്തിനാ? എന്താ സുധീത്? ഈ വീട്ടിലെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അനുകൂലമാണ്. ഭർത്താവ് കളക്ടറെ കാണാൻ പോയിരിക്കല്ലേ, ഇനി വൈകിട്ടല്ലേ വരുള്ളൂ. വേണ്ട സുധി, പ്ലീസ് സുധി പോകൂ. എന്തു ചെയ്യാം, ഒരു വിധവയെ വിവാഹം കഴിക്കാനായിരിക്കും എന്റെ യോഗം. എന്താ രാജി ഇത്ര താമസിച്ചത്? ഇവിടെ അടുത്തൊന്നും കടയില്ല, എന്നാ പിടിച്ചോ. എന്റെ അച്ഛനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ എന്താണ് ഒരു മാർഗം? സാധാരണ അച്ഛന്മാരാ മക്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്റെ കഷ്ടകാലത്തിന് അങ്ങോരെന്റെ തന്തയായിട്ട് ജനിച്ചത്. നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എപ്പോഴും ഇങ്ങനെ കീരിയും പാമ്പും ആയാലോ? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണോന്നല്ലാതെ വേറെ ഒരു ചിന്ത ആ മനുഷ്യനില്ല. എനിക്കറിയാമോ, ഒരു ഫാക്ടറി ഉടമസ്ഥന്റെ മകളെ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുകയാണ്. ഒരേ ഒരു മകളാണത്ര. എന്നാ കെട്ടിക്കോ, ഫാക്ടറിയും വീടും ഒക്കെ സ്വന്തമായിട്ട് കിട്ടുമല്ലോ. നെഞ്ചി കൈ വെച്ചോണ്ട് അത് പറയാമോ? നിന്റെ നെഞ്ചിലല്ല, എന്റെ നെഞ്ചിൽ.
ആ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. അല്ലാതെ എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. അപ്പോ എന്റെ വീട്ടിലെ കാര്യം? അതിനുള്ള വഴി എന്താണെന്ന് രതി തന്നെ ആലോചിക്കേ. ആ, നാളെ അമ്പലത്തിൽ വരുമോ? എന്തിനാ, കല്യാണം നടത്താനാണോ? കല്യാണക്കാരി ആലോചിക്കാൻ. അതിന് വീട്ടിൽ സ്ഥലമല്ലേ? ആ, ഞാനും മുതലാളിയുടെ ഭാര്യയും കൂടിയാ ഉം. അമ്പലത്തിൽ വരുന്നത്. അവിടെ വെച്ച് അവരോട് ഈ കാര്യം പറഞ്ഞ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാം. ഏറ്റല്ലോ. ഉം. ആ, എപ്പ വരണം? ആ, 7 മണിക്ക്. ഓക്കെ, എന്നാ വാ പോവാം. ഉം. ഇന്ന് ഉറങ്ങുന്നില്ലേ? ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. നീ പോയി കിടന്നോളൂ. ഇപ്പൊ രാത്രി ഉറക്കം വെച്ച് ഇതൊന്നും നോക്കണ്ട, നാളെ രാവിലെ മതി. സ്നേഹത്തോടെ ആജ്ഞാപിക്കുമ്പോ അനുസരിക്കാതിരിക്കുന്നത് മര്യാദയാണ്. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? ഒന്നല്ല, എത്ര വേണമെങ്കിലും പറഞ്ഞു. കുറച്ചുനാൾ ഊട്ടിയിലോ കൊടൈക്കനാലോ പോയി താമസിച്ചാലോ? ഏയ്, അത് വേണ്ട. ആ, നമുക്ക് കാശ്മീർ പോയാലോ? എന്താ, ഇഷ്ടമാണോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒരു ആഗ്രഹവുമില്ലേ? ഇനിയെല്ലാം ദൈവത്തിനോട് പറയാനുള്ളതാണ്. ഓ, അതിനാണല്ലേ എന്നും കാലത്ത് അമ്പലത്തിൽ പോകുന്നത്. നാളെ മുതൽ ഞാനും വരും. ഓ, വരും വരും. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പറയുന്നതാ. ഇന്ന് വരെ നിങ്ങൾ എന്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? നോക്കിക്കോ, നാളെ രാവിലെ നിന്നേക്കാൾ മുമ്പേ ഞാൻ റെഡിയായിരിക്കും. പോരെ?